കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ. കേന്ദ്രത്തിനെതിരെ വലിയ ആരോപണങ്ങളാണ് കേരളം കോടതിയിൽ ഉയർത്തിയത്. കേന്ദ്രത്തിൻ്റേത് രാഷ്ട്രീയ കൗശലമാണെന്നാണ് കേരളം തുറന്നടിച്ചത്. കേന്ദ്രത്തിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം. സംസ്ഥാന ചീഫ് സെക്രട്ടറി വി വേണുവാണ് കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. വലിയ പ്രാധാന്യത്തോടെ സുപ്രീം കോടതി ഹർജി പരിഗണിക്കുകയും ചെയ്തു. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കേന്ദ്രവും സംസ്ഥാനവും ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടത്. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇരുവിഭാഗവും കോടതിയെ അറിയിച്ചു. ഉടൻ തന്നെ ചർച്ച നടത്തുമെന്നും കേന്ദ്രവും സംസ്ഥാനവും കോടതിക്ക് ഉറപ്പു നൽകി. എന്നാൽ കേരളത്തിന്റെ ഭാഗത്തു നിന്ന് ചർച്ചയിൽ ധനമന്ത്രി KN ബാലഗോപാലിന് പങ്കെടുക്കാനാകില്ലെന്ന് കേരളം അറിയിച്ചു. നിയമസഭയിലായതിനാൽ അദ്ദേഹത്തിന് പകരം കേരളത്തിന്റെ ഭാഗത്തു നിന്ന് വിഷയത്തിൽ പ്രാഗൽഭ്യമുള്ള പ്രതിനിധി പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കോടതി നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ കേരളത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ, കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്നിവർ കേസ് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഇത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള നയപരമായ വിഷയമാണെന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത്. കേരളത്തിന് വേണ്ടി മാത്രമായി തീരുമാനമെടുക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. അതിനാൽ ചർച്ചയിലൂടെ വിഷയം പരിഹരിച്ചുകൂടെയെന്നും കോടതി ചോദിച്ചു. സംസ്ഥാന ധനമന്ത്രിയും ധനകാര്യ സെക്രട്ടറിയും കേന്ദ്ര ധനമന്ത്രിയും ധനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിക്കൂടെയെന്ന വിഷയത്തിൽ കോടതി ഇടപെടൽ അവസാനം മതിയെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ PF അടക്കമുള്ളവ അനുവദിക്കുന്നതിൽ പ്രശ്നമുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുകയാണെന്നും ഈ വിഷയം അടിയന്തിരമായി പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്നും കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി. ഇതെല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ്. എങ്കിലും കോടതി തന്നെയായിരിക്കും വിഷയത്തിൽ അവസാന തീരുമാനം എടുക്കുന്നതെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. കേന്ദ്രത്തിന്റെ കടുംപിടുത്തത്തിന് കേരളം കനത്ത വില നൽകേണ്ടി വരുന്നതായും ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ധനകമ്മീഷൻ ശുപാർശ ചെയ്ത പരിധിക്കുള്ളിൽ റവന്യൂ കമ്മികൾ നിലനിർത്താൻ കഴിയുന്നതായും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അടിയന്തരമായി 26,000 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണമെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് 2016 ഒന്നാം പിണറായി സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കേരളത്തിന്റെ ധനകാര്യ സ്ഥിതി മറ്റു സംസ്ഥാനങ്ങളുടെ ശരാശരിയുമായി തുലനം ചെയ്യുന്നത് നീതീകരിക്കാനാവില്ലെന്നാണ് സംസ്ഥാനം ചൂണ്ടിക്കാട്ടുന്നത്.